ആരുടെ മോള്? ഇതെന്റെ മോളാ. ജലജയെ ജാമ്യത്തിലിറക്കിയ ഡാനിയാണ് മതികലയുടെ അച്ഛനെന്ന് തിരിച്ചറിയുന്ന തമ്പി. വയലോരം വീട് തകർക്കുമെന്ന മുന്നറിയിപ്പുമായി മതികല വയലോരം വീട്ടിലെത്തുന്നു. ശിവാനിയെ സൂക്ഷിച്ചില്ലെങ്കിൽ ആപത്താണെന്ന് പിച്ചള മനസ്സിനോട് പറയുന്നു. വയലോരം വീടിനെയും നമ്മളെ എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഒരു ബോംബ് കയ്യിലുണ്ട് എന്നാ മതികല പറഞ്ഞത്. ആ ബോംബ് വയലോരം വീട്ടിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞു. ആ ബോംബ് വേറെ ഒന്നുമല്ല, ശിവാനി തന്നെ. ശിവയുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളാണല്ലോ മതികല. അതൊക്കെ വള്ളിപുള്ളി തെറ്റാതെ ശിവാനിയോട് മതികല പറഞ്ഞ അതൊരു ബോംബായി തീരില്. അതെ ബായ്, ശിവാനി ഒരു ബോംബ് തന്നെയാണ്. കേട്ടിട്ട് ആകെ തലകറങ്ങുക. ഇവിടെ വന്നിട്ട് കുട്ടുവിനെതിരെയായിരുന്നു ബഹളം വെച്ചത് മുഴുവൻ. കുട്ടുവിനൊന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് ശിവയുടെ കാര്യങ്ങൾ മതികലയിൽ നിന്നാണ് ശിവാനി അറിയുന്നതെങ്കിൽ ഉറപ്പിച്ചോ പിച്ചളെ, ശിവാനി ആളാകെ മാറും. കാരണം മതികല പറയുന്നതൊന്നും വാസ്തവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. ശിവാനിയുടെ പാവം മനസ്സിൽ അവൾ വിഷം കുത്തി നിറയ്ക്കും. അത് തന്നെയാണ് എന്റെയും പേടിവായി. ആദ്യം കേൾക്കുന്നത് ആരും വിശ്വസിക്കും, ശരിയും തെറ്റൊന്നും തിരിച്ചറിയാൻ നിൽക്കില്ല. അതെ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ശിവാനിയെ മതികല കാണരുത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ശിവാനിയോട് എല്ലാം നല്ല രീതിയിൽ പറയണം. വേണ്ട ബായ്, അത് വേണ്ട. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയലാണത്. മതികലയും ശിവാനിയും തമ്മിൽ കാണാൻ ഇടവരാതെ നോക്കാം നമുക്ക്. ഇപ്പൊ വയലോരത്തൊരു ബോംബ് പൊട്ടിയാൽ അത് ബാധിക്കുന്നത് കുട്ടുവിനായിരിക്കും. ഉണ്ടായിരുന്ന വയ്യാകിയൊക്കെ മാറി നല്ല നിലയിൽ കുട്ടു വരുമ്പോ ഇനി ആ മനസ്സിന് ഒരു ഉലച്ചിലുണ്ടാവാൻ പാടില്ല. നേരിയൊരു ടെൻഷൻ പോലും ഉണ്ടാകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതറിയാം ബായ്, അതുകൊണ്ടല്ലേ എന്റെ മനസ്സിങ്ങനെ പടയ്ക്കുന്നത്. കുട്ടിമണിപ്പെങ്ങൾ അത് മാത്രമാണ് നോക്കേണ്ടത്, മറ്റൊന്നും. എന്റെ കല്യാണക്കാര്യം കൂടി ഞാൻ കാര്യാക്കണില്ല. അതേ ബായ്, എനിക്ക് അത് തന്നെയാണ് മുഖ്യം. ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളം വെക്കാൻ പിച്ചളയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ആർക്കും ഒന്നും സംഭവിക്കാതെ എല്ലാം നടക്കേണ്ടതുപോലെ നടക്കും. കുട്ടി നല്ല നിലയിൽ വരും. പിച്ചളുടെ ശിവാനിയുടെ കല്യാണവും നടക്കും. വിചാരിച്ചതൊന്നും നടക്കാതെ ആ മതികല എവിടെ നിന്ന് കെട്ടുകെട്ടും. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. എങ്കിലും ശിവാനിയുടെ കാര്യത്തിൽ ഒരു കരുതൽ കൊടുത്തേക്കാം. വരട്ടെ ബായ്. മോളെ, നിന്റെ ഡാഡി ഇന്ന് പോവാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവിടെ എന്തോ അർജന്റ് കാര്യമുണ്ടത്ര. ഇവിടെ നിന്നായാലും അവിടെ നിന്നായാലും ഫോൺ വഴി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാലോ. ആ, തമ്പി ഇവിടുന്ന് പോയോ മോളെ? വലുതും അറിയാവോ? പോയിട്ടില്ല ഇതുവരെ. അക്കാര്യം മുഴുവനും ഞാൻ ഡാഡിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഞാൻ നോക്കിയിരിക്കുന്നത് വയലൂരം വീടിൽ അനക്കങ്ങളാ. ആ മോളെ, തമ്പി ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും അവിടുത്തെ ഓപ്പറേഷൻ സക്സസ് ആവും. ഡാനിയൽ ഡിസൂസ എന്ന എന്നെ മഹാദേവൻ തമ്പി ഒരിക്കലും ഒന്നുമല്ലാതാക്കി. ആ പതനത്തിൽ നിന്നൊരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഫിനിക്സ് പക്ഷിയെ പോലെ ഞാൻ വന്നു. ഈ ഡാഡിക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആദ്യപടിയാ ബാംഗ്ലൂരിൽ തമ്പിക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നിപ്പോ പോയിട്ട് എന്നാ മടങ്ങി വരിക? ഏറിയാൽ ഒരാഴ്ച. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തമ്പിയെ ഒന്നുകൂടി നേർക്കുനേർ കാണുന്നുണ്ട് ഞാൻ. ആ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ വിളിച്ചോളാം. ശരി, ബൈ.
അപ്പോ ബാംഗ്ലൂരിലെ പണി ഉറപ്പായി. ഇനി ഇവിടെ വയലോരം വീടിനെ നാമാവശേഷമാക്കാനുള്ളൊരു ബോംബ് അവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശിവാനി. നമ്മുടെ ചൂണ്ടയിൽ ശിവാനിയെ കൊരുക്കാൻ സമയമായി. ശിവാനിയിലൂടെയാ നമ്മളിനി വയലോരം വീടിനെതിരെ കളിക്കാൻ പോകുന്നത്. ശിവാനി. ഹലോ, ആരാണ്? ഞാനാണ് മാണിക്യമംഗലത്ത് ജലജകുമാരി. എന്തായിരുന്നു നിങ്ങളുടെ അട്ടഹാസവും ആജ്ഞകളും? ഇപ്പൊ എന്തായി? ഞൊടിയിട കൊണ്ട് കാറ്റുപോയ ബലൂൺ പോലെ ആയില്ലേ നിങ്ങള്? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. വിഷപ്പുര പോലുള്ള ആ വീട്ടിൽ കിടന്ന് ഞാൻ വിഷമിച്ചതും വേദന തിന്നതുമൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു. എന്നെ നോവിച്ചതിന് എണ്ണി എണ്ണി നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. എന്താണ് മഹാദേവൻ തമ്പി ഒന്നും മിണ്ടാത്തെ? എന്റെ നേരെ കുരച്ചു ചാടിയ ആളല്ലേ? എന്താ വായിൽ നാവില്ലേ? നിന്നെ പോലുള്ളവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഉറപ്പായി, ജീവിതത്തിൽ വലിയ സത്യസന്ധത കാണിക്കുന്നവർക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. ഓ, നിന്നെപ്പോലുള്ള ചവിയർക്കും കാപിട്ടക്കാർക്കും മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. ഈ പറയുന്ന ആള് വലിയ ആദർശവാനാണല്ലോ. ഇന്നത്തെ മഹാദേവൻ തമ്പി ഏത് നിലയിൽ ജീവിച്ച ആളാണെന്നും ഇന്നത്തെ നിലയിൽ എങ്ങനെ എത്തിയെന്നും എനിക്ക് നന്നായിട്ടറിയാം. അത് എനിക്കല്ലേ അറിയൂ. ഇനി പറച്ചിലൊന്നുമില്ല, ചെയ്തു കാണിക്കലേ ഉള്ളൂ. തമ്പി എന്ന അധ്യായം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും ഞാൻ. കണ്ടോ, മാണിക്യമംഗലത്ത് ജലജകുമാരിയുടെ പുതിയ കളികൾ തമ്പി ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരുന്നോ. അമ്മ ആരായിരുന്നു? ഞാൻ തമ്പി ഒന്ന് വിളിച്ചൊരു ഡോസ് കൊടുത്തതാ. എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു നിന്നതല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടാൻ പറ്റില്ലല്ലോ. ആ നിലയിലേക്ക് വീണു പോയില്ലേ മഹാദേവൻ തമ്പി? പാവം. എന്തായാലും തമ്പിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇഞ്ചിഞ്ചായി എനിക്ക് അയാളോട് കണക്ക് തീർക്കണം. മാണിക്യമംഗലത്ത് ജലജകുമാരിയുടെ ഉള്ളിൽ അടങ്ങാത്തത്ര പകയുണ്ടായിരുന്നുവെന്ന് അയാൾ അറിയണം. അമ്മ ആ റൂട്ടിലെ കരുക്കൾ നീക്കിക്കോ. ഞാൻ വേറൊരു റൂട്ടിൽ കളിക്കാൻ പോവുക. പൊട്ടുമ്പോ എല്ലാ ഭാഗത്തുനിന്നും ഒരുമിച്ച് പൊട്ടണം. ഹലോ ശിവാനി, ഞാൻ മുമ്പ് ശിവാനിയെ വിളിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ശിവാനിയെക്കുറിച്ചും ശിവാനിയുടെ ശിവേണനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാന്ന്. ശിവാനിയെ നേരിൽ കാണാനായിട്ട് ഇന്നൊരാൾ വരും. എന്തിന്? ശിവയെക്കുറിച്ച് സംസാരിക്കാൻ. അയാളെ കണ്ട ശിവാനിക്ക് ഗുണമേ ഉണ്ടാവും. ഞാൻ വരാം. ദാറ്റ്സ് ഗുഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം വെച്ച് താമസിപ്പിക്കരുത്. നിങ്ങൾ എന്ന് തന്നെ മീറ്റ് ചെയ്യണം.
ഞാൻ മതികല. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടതൊന്നും നല്ല കാര്യങ്ങളായിരിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാ ശിവാനിയെ 2-3 വട്ടം വിളിപ്പിച്ചതും കാണണമെന്ന് പറഞ്ഞതും. എന്റെ ശിവാണനെ കുറിച്ച് എന്തൊക്കെയോ അറിയാന്ന് പറഞ്ഞല്ലോ. മതികലയ്ക്ക് എങ്ങനെയാ ശിവാണനെ അറിയുക? ശിവാനിയുടെ ശിവണ്ണൻ എന്റെ ഒപ്പം കുറേ കാലം ഉണ്ടായിരുന്നു. എന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ എന്റെ ഒരു സഹായിയായിട്ട്. മനസ്സുജന്റെ ആത്മമിത്രമായിരുന്നല്ലോ ശിവ. ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിൽ ഉറങ്ങിയവർ. ഒരാൾക്ക് കൊണ്ടാ മറ്റേയാൾക്ക് നോവും. എന്നാ മനസ്സുജൻ എന്ന ചതിയന്റെ തനി നിറം മനസ്സിലാക്കിയപ്പോ ശിവ ചുവട് മാറ്റി. മനസ്സുജനും ശിവയും രണ്ടും 2 വഴിക്കായി. ശിവ എന്റെ അടുത്തേക്കാ വന്നത്. കാരണം മനസ്സുജന്റെ ചതികൾക്കിരയായ ഒരാളാണല്ലോ ഞാനും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശിവാനിക്ക് താങ്ങാനായെന്ന് വരില്ല. അക്കാര്യം പറയാൻ വേണ്ടിയാ ശിവാനിയെ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ശിവാനിയുടെ ശിവണ്ണൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മനസ്സുജനും വയലോരം വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തി. ഞാൻ അതിന് ദൃക്സാക്ഷി. ശിവ ജീവിച്ചിരിപ്പില്ലെന്നും കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞിട്ടും ശിവാനിക്ക് യാതൊരു കുലുക്കമില്ലല്ലോ. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞതാ. എങ്ങനെ? വയലോരം വീട്ടുകാരുടെ വായിന്ന് തന്നെ. ശിവാണന്റെ അനിയത്തിയാണ് ഞാനെന്നറിഞ്ഞപ്പോ അവിടെയുള്ളവർ ശിവാണന്റെ കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എല്ലാരും ചേർന്ന് ശിവാണനെ ഇല്ലാതാക്കിയ കാര്യം ഞാൻ അറിയരുതെന്നായിരുന്നു സംസാരം. ദൈവമായിട്ട് അതെന്നെ കേൾപ്പിച്ചു. അത് ശരി. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ശിവയുടെ അനിയത്തി അവിടെ തന്നെ കുടിയിരിക്കുന്നത്? കൊള്ളാം. ഞാനവിടെ കുടിയിരിക്കുന്നത് അവരുടെ നീക്കങ്ങൾ അറിയാനാ. അവരുടെ സംസാരം ഞാൻ കേട്ടതായി അവിടെ ആർക്കും അറിയില്ല. ഇതുവരെ പിടികൊടുത്തിട്ടില്ല. മിടുക്കി. ഈ മിടുക്ക് ഇങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നാൽ ശരിയാവത്തില്ല. പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. ശിവയുടെ അനിയത്തിയാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. അധികം വൈകാതെ വയലോരം വീട്ടിലെ സകലരും അറിയും ശിവാനി ആരാണെന്ന്. കുഞ്ഞുമണിയെയാ ഞാൻ ഉന്നം വെച്ചിരിക്കുന്നത്. കുഞ്ഞുമണി അല്ല ശിവാനി, കുട്ടിമണി. കുട്ടിമണിയാവണം ഉന്നം. കുഞ്ഞുമണിക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ നീറ്റൽ അധികം ഉണ്ടാവില്ല. എന്നാ കുട്ടിമണിക്ക് പറ്റിയാൽ അങ്ങനെയല്ല. വയലോരം വീടെന്നാൽ കുട്ടിമണിയായി എല്ലാം. അത് മനസ്സിലാക്കി ആ പൊട്ടിപ്പെണ്ണിനെ തീർത്ത് കളയാൻ നോക്കിയതാ ഞാൻ പണ്ട്. പക്ഷെ നടന്നില്ല. അതിനുള്ള ഭാഗ്യം ഇപ്പൊ ശിവാനിക്ക് കൈവന്നിരിക്കുക. കുട്ടിമണി തന്നെ ഇല്ലാതാവണം. അപ്പോ വയലോരം വീട് ഒന്നാകെ ഒന്ന് ഇളകും. കൂടെ നിന്നുകൊണ്ട് ശിവാനിക്കത് എളുപ്പം ചെയ്യാനാവും. ചെയ്യണം. ശിവയുടെ ചോരയ്ക്ക് കണക്ക് പറയണം. എന്ത് പാവമായിരുന്നോ ശിവ. ആ മനസ്സുജൻ അവൻ കെണിപ്പെടുത്തിയതാ. ആ സംഭവത്തിന് ഞാനും സാക്ഷിയായിരുന്നു. എന്നെ കെട്ടിയിട്ടതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായില്ല. ആ സംഭവം മായാതെ ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അവൻ പുറത്തുണ്ട്.
ഞാനാ ശിവ, മനസ്സിജൻ. ഈ വീട്ടിൽ നിന്ന് നീ ജീവനോടെ പുറത്തു പോകത്തില്ലടാ. നീ സിജന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ തീർക്കുന്നത് ഞാനടാ. നീയോ? എന്നെയോ? അതേടാ. കൊല്ലടാ. ശിവ, ശിവയെ കൊന്നിട്ട് ശിവാനി അനിയത്തിക്കുട്ടിയെന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നു ആ മനസ്സിജൻ. നേരും നെറിയും ഇല്ലാത്തവൻ ആ മനസ്സിജൻ. അവൻ അറിയണം മരണവേദന. അതിന് ആദ്യം കുട്ടിമണിയെ ഇല്ലാതാക്കണം. അതിന്റെ വേദനയില് അവൻ നീറി നീറി പെടയുമ്പോ അവനും കൊടുക്കണം. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, ചെയ്യുകയും ചെയ്യും. പക്ഷെ ചെയ്യേണ്ടത് ശിവയുടെ അനിയത്തിയാ. എല്ലാ സപ്പോർട്ടും ഞാൻ തരും. ഒരവസരത്തിനാ ഞാൻ കാത്തിരിക്കുന്നത്. സമയമായും തോന്നുന്നു. കുട്ടിമണിയും തന്നെ തുടങ്ങും ഈ ശിവാനി. എന്തായി മോളെ, അവളെ കണ്ടോ? കണ്ടു. ശിവയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ശിവാനിയെ ഞാൻ മയക്കിയെടുത്തു. ശിവാനിയെ വയലോരം വീട്ടുകാരുടെ ശത്രുവാക്കി മാറ്റി. ശിവയെ ഇല്ലാതാക്കിയത് വയലോരം വീട്ടുകാരാണെന്നുള്ള കാര്യം ശിവാനിക്ക് നേരത്തെ അറിയായിരുന്നമ്മ. അതെങ്ങനെ ശിവാനി അറിഞ്ഞു? വയലോരം വീട്ടുകാരുടെ നാവീന്ന് തന്നെ. ശിവയെ ഇല്ലാതാക്കിയതും ശിവാനി അക്കാര്യം അറിയുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ശിവാനി കേൾക്കാനിടയായി. അതും മനസ്സിൽ വെച്ചോണ്ട് നടക്കുകയായിരുന്നു ഇത്രയും നാള് ശിവാനി. അതുകൊണ്ട് നിനക്ക് പണി എളുപ്പമായി കാണുമല്ലേ? ശിവയെ പൊക്കിയും വയലൂരം വീട്ടുകാരെ താഴ്ത്തിയും പറഞ്ഞപ്പോ ശിവാനി എല്ലാം അതേപടി വിശ്വസിച്ചു. ഞാൻ കുത്തിനിറച്ച വിഷം ശിവാനി വയലോരം വീട്ടില് ചീറ്റും. അതോടെ വയലോരം വീടും അവിടെ ഉള്ളവരും ഇല്ലാതാവും. അവരെ എല്ലാവരും ഒറ്റയടിക്ക് ഇല്ലാതാക്കാനാണോ നിന്റെ പരിപാടി? ഇല്ലമ്മേ, ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ച് തീരണോ അവര്. വയലോരം വീട്ടുകാരെ നോവിക്കാനായി ശിവാനി നോട്ടമിട്ടത് കുഞ്ഞുമണിയാണ്. ഞാനത് കുട്ടിമണിയിലേക്ക് തിരിച്ചു. ആ പൊട്ടി പെണ്ണിന് എന്തെങ്കിലും പറ്റിയ അത് വയലോരം വീട്ടിലുള്ള എല്ലാവർക്കും പറ്റുന്നതിന് തുല്യം. അതൊക്കെ ശരി തന്നെയാ മോളെ. പക്ഷേ കുട്ടിമണി ഇപ്പൊ ചികിത്സയിലല്ലേ? അവിടെ ഭയങ്കര നിയന്ത്രണങ്ങളൊക്കെയാണെന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ പിന്നെ കുട്ടിമണി എന്ത് ചെയ്യാനാവും? ചെയ്യാനൊക്കെ ആവുമേ. അതിനല്ലേ നമുക്ക് ശിവാനി. വയലോരം വീട്ടുകാർക്ക് ശിവാനി ഇപ്പോഴും പ്രിയപ്പെട്ടവളാ, വിശ്വസ്തയാ. അതാണ് നമ്മൾ മുതലെടുക്കുന്നത്. ചികിത്സ നടക്കുന്ന സ്ഥലത്ത് പോയി ശിവാനി പണി ഒപ്പിച്ചോളും. നമ്മളെക്കാൾ കൂടുതൽ വയലൂരം വീട്ടുകാരോട് ഇപ്പം പകയുള്ളത് ശിവാനിക്കാ. ശിവാനിയുടെ മനസ്സിൽ പക കത്തി ജ്വലിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണോന്നറിയില്ല.
അതുകൊണ്ടാ ഇത്രയും നാള് പകയും വെച്ച് വയലോരം വീട്ടില് അടങ്ങി നിന്നത്. കൃത്യസമയത്ത് ഞാൻ ശിവാനിയെ പിടികൂടി. ഇനി ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തോളും ശിവാനി. കുട്ടിമണി, നിനക്കുള്ള മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. ശിവാനി, ശിവാനി, ഇതെവിടെ പോയി? ആ, അപ്പച്ചമ്മേ, ശിവാനിയെ കണ്ടായിരുന്നോ? ഇല്ല. അകത്തെങ്ങും കാണുന്നില്ല അപ്പച്ചമ്മേ. പിന്നെ എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മളോട് പറയുന്നതല്ലേ? എന്നാൽ ഇവളിത് എവിടെ പോയിട്ട് വരിക? എവിടെ പോയതാ നീ? ആകെ പേടിച്ചു പോയി. ശിവാനി ഇത് എവിടെ പോയതാ? ഞാൻ മാടങ്കാവ് വരെ ഒന്ന് പോയതാ. എന്നോടോ സീതയോടോ പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ നിനക്ക്? അത് പിന്നെ അപ്പച്ചമ്മേ, അല്ലെങ്കിലും ഈ നേരത്ത് മാടങ്കാവിൽ ആരും പോവാറില്ല ശിവാനി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂട്ടിനൊരാളില്ലാതെ ഈ വീടിന് പുറത്തിറങ്ങി പോവരുത്. മുമ്പൊരിക്കൽ നീ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും ഇറങ്ങി പോയപ്പോഴാ ആ വിനായകൻ നിന്നെ തട്ടിക്കൊണ്ടുപോയത്. അത് ഓർമ്മ വേണം. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. കുട്ടിമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ അപ്പച്ചമ്മേ. മാടങ്കാവിനെ കുറിച്ച് കുട്ടിമണി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയായിരുന്നു. 50 പൈസ വെച്ച് പ്രാർത്ഥിച്ച മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കുമെന്ന് കുട്ടിമണി പറഞ്ഞിട്ടുണ്ട്. കുട്ടിമണി എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ മാടങ്കാവിലേക്ക് പോയത്. നന്നായി ശിവാനി. കുട്ടിമണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ മാടങ്കാവ്. ആ മണ്ണിൽ ചെന്ന് നിന്ന് കുട്ടിമണിയുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ശിവാനിക്കുണ്ടായല്ലോ. ഈ അപ്പച്ചിയമ്മയ്ക്ക് സന്തോഷമായി. ശിവാനി ആരെങ്കിലും കണ്ടിരുന്നോ? അതെന്താ സീതെടുത്തി അങ്ങനെ ചോദിച്ചേ? അല്ല, പോകുമ്പോഴോ വരുമ്പോഴോ ശിവാനിയോട് ആരെങ്കിലും മിണ്ടാനോ പറയാനോ വന്നോന്ന് ചോദിച്ചതാ. ഏയ് ഇല്ല സീതെടുത്തി. ശരി. നീ എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? ഒരു സംശയം ഉണ്ടായ അത് തീർക്കണ്ടേ അപ്പച്ചമ്മേ? എന്ത് സംശയം? വഴി കാത്തിരുന്ന് ശിവാനി ആര് കാണാനാ? മതികല. ഈ വീട് തകർക്കാനുള്ളൊരു ബോംബായിട്ടല്ലേ ശിവാനി അവള് കാണുന്നു പറഞ്ഞത്? ശിവയ്ക്ക് ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്നുള്ള സത്യം ശിവാനി അറിയിക്കാൻ വേണ്ടി അവള് നോക്കിയിരിക്കായിരിക്കും. നേരാ, ശിവാനി അവളുടെ കണ്ണിൽ പെടരുത്. ഭാഗ്യം. എന്തായാലും ശിവാനിയുടെ പോക്കിലും വരവിലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. പരുത്തിക്കാവിൽ അമ്മേ, നീ കാത്തു. നമസ്കാരം മഹാദേവൻ തമ്പി. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കാണണമെന്ന് തോന്നി. ചെളിക്കുണ്ടിലേക്ക് താഴാൻ പോവല്ലേ? ആയിക്കോട്ടെ, ചെളിയിലാണല്ലോ താമര വിരിയുന്നത്. ഡാനിയലിനൊരു ധാരണയുണ്ട്. ഡാനിയലിനെ പറ്റിച്ചാ ഞാൻ ഈ നിലയിലെത്തിയതെന്ന് അല്ല. എന്റെ ചോരയും അധ്വാനം എന്റെ സമ്പാദ്യം. സ്വപ്രയത്നത്തിലൂടെ ഞാൻ ഈ നിലയിലെത്തിയത് അല്ല. എന്റെ നെഞ്ചിൽ ചവിട്ടിയ താൻ കയറ്റങ്ങൾ കയറിയത്. എന്നെ ചതിച്ച് എന്റെ ഭാര്യ ഉൾപ്പെടെ സർവ്വസമ്പാദ്യം കൊണ്ടുപോയിട്ട് വീമ്പ് പറയുന്നു. തന്റെ ഭാര്യ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ കഴിവില്ലായ്മ കൊണ്ടാ. അതിനെന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒന്നുമില്ലാതെ നടന്നിരുന്ന തന്നെ കൂടെ നിർത്തി ഒരു അഡ്രസ് ഉണ്ടാക്കി തന്ന എന്നോട് തന്നെ ഇതൊക്കെ പറയണം.
താൻ പറഞ്ഞ ശരിയാ. എന്റെ കഴിവില്ലായ്മ എനിക്ക് വിനയായത്. അന്ധമായി വിശ്വസിച്ച് തന്നെ കൂടെ നിർത്തിയെന്നുള്ളത് എന്റെ കഴിവില്ലായ്മ. തന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. താനും ആ മനസ്സിലും ചേർന്ന് എനിക്കെതിരെ പടയൊരുക്കം നടത്തി. അത് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീണുപോയി. ഒന്നാന്തരം മുതലെടുപ്പുകാരനാ താനെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വൈകിപ്പോയി. സ്വന്തം മുഖം വികൃതമായതിനെ കണ്ണാടിയെ കുറ്റം പറയുന്നത് പോലുള്ള ജൽപ്പനങ്ങളായത്. ഡാനിയലിന്റെ നാശത്തിന് കാരണം ഡാനിയൽ തന്നെയാണ്. പിന്നെ കാര്യങ്ങളൊന്നും അറിയാതെ എന്നെ കുറ്റപ്പെടുത്താനും അപവാദങ്ങളിൽ കുടുക്കി തകർക്കാനും താൻ ശ്രമിച്ചപ്പോ ഞാൻ പ്രതികരിച്ചു, അല്പ കടുപ്പമായി തന്നെ. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനായി ആരും ചെയ്തു പോകുന്ന കാര്യങ്ങളാത്. അതിലൊക്കെ ഒരു ശരി ഉണ്ടായിരുന്നു. ആ ശരികളാ എന്നെ കാണുന്ന ഞാനാക്കിയത്. ശരി, എല്ലാം സമ്മതിച്ചിരിക്കുന്നു. എല്ലാം തന്നെ മിടുക്ക് തന്നെയാ. ഇനി അങ്ങോട്ടും ഉണ്ടാവണം ആ മിടുക്ക്. തന്റെ മിടുക്ക് കാണാനായിട്ടാ ഡാഡി ഇപ്പൊ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? തന്റെ സർവനാശം കാണാനാ വന്നതെന്ന്. കൂടെ പൊറുപ്പിക്കാൻ ഒരു പെണ്ണിനെ ധാരാളം കിട്ടും എനിക്ക്. അതിനെന്നെ ചതിച്ച് തന്റെ കൂടെ വന്നൊരു മാംസപിണ്ഡത്തെ എനിക്ക് ആവശ്യമില്ല. ജലജകുമാരിക്കൊപ്പം ഒരു കുടുംബജീവിതം നയിക്കാനല്ല ഞാൻ വന്നത്. മഹാദേവൻ തമ്പിക്കെതിരെയുള്ള യുദ്ധത്തിൽ അവളൊരു ആയുധമായി എന്നോടൊപ്പം ഉണ്ടാവണം. ദാറ്റ്സ് ഓൾ. അന്നവൾ എന്നെ ചതിച്ചു, ഇന്നവൾ തന്നെ ചതിച്ചു. നാളെ അവൾ എന്ത് ചെയ്യുമെന്ന് പറയാനും ആവില്ല. സ്വന്തം ഭർത്താവിരിക്കെ മറ്റൊരാൾക്കൊപ്പം പോയവൾക്ക് എന്ത് നേരും നിറയുണ്ടാവാനാ? ഭർത്താവിനോടൊപ്പം കിടക്കുമ്പോൾ പരപുരുഷനെ കാമിക്കുന്ന വർഗം. എന്റെ ഈ തിരിച്ചുവരവ് ജലജകുമാരിക്കും കൂടിയുള്ള മധുര പ്രതികാരമാ. ഒരു കാര്യത്തിൽ തമ്പിയോട് എനിക്ക് നന്ദിയുണ്ട്. എന്റെ ചോരയിൽ പിറന്ന എന്റെ മോളെ സ്വന്തം മോളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വളർത്തിയല്ലോ താൻ. അവിടെയും താൻ മണ്ടനായി. ജലജകുമാരി മണ്ടനാക്കി. അതെ, ജലജകുമാരിയുടെ കാര്യത്തിൽ ഒരു മണ്ടനാവുകയായിരുന്നു ഞാൻ. മറ്റുള്ളവരുടെ ചിരിയിലെ ചതി മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല ഞാൻ. അതൊരു പരാജയം തന്നെയാണ്. ഇന്നും എനിക്ക് മനസ്സിലാക്കാനാവില്ല ആരാണ് ശരി ആരാണ് തെറ്റെന്ന്. അടുത്തു കൂടുന്നവരൊക്കെ അങ്ങ് വിശ്വസിച്ചു പോകും. ജലജകുമാരിയിലും മതികലയിലും എനിക്ക് പറ്റിയതും അതാ. തന്റെ ശരി തെറ്റുകൾ വിശകലനം ചെയ്യാമെന്നല്ല ഞാൻ. എന്റെ മോളെ എനിക്ക് വേണം. ഇവിടുത്തെ അംഗങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ കൂടെ കൊണ്ടുപോകും എന്റെ മോളെ. ഇനി ഈ ഡാഡിയുടെ കാലമാണ്, എന്റെ മകൾ മതികലയുടെയും. പണ്ട് താൻ എൻ്റെ അടുത്ത് വന്നൊരു കോലമുണ്ടല്ലോ, ആ നിലയിലാവും താൻ. ആക്കും ഞാൻ. താനങ്ങ് ബാംഗ്ലൂരിലെത്തുമ്പോൾ അവിടെ കിട്ടും ആദ്യത്തെ ഡോസ്. അത് സന്തോഷത്തോടെ കയ്യേറ്റ് വാങ്ങണം. മിസ്റ്റർ മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പി. ഹലോ, ഞാനാ മതികല. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. വന്നു കയറിയപ്പോൾ എല്ലാവരുടെയും വക ചോദ്യം ചെയ്യലുണ്ടായി. എവിടെ പോയതാണ്, ആരെങ്കിലും കണ്ടോ എന്നൊക്കെ. മതികല ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോംബ് ഞാനാണെന്ന് ഇവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ. അതിന്റെ ടെൻഷനാണ്. ശിവാനിയെ ഞാൻ കാണുമെന്ന് അവര് വല്ലാതെ ഭയക്കുന്നുണ്ട്. അവരുടെ ഈ ഭയത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഒരിക്കൽ കൂടി ശിവാനിക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ലെങ്കിലും എനിക്കെല്ലാം നേരത്തെ ബോധ്യമായതാണല്ലോ. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? പറഞ്ഞതുപോലെ തന്നെ കുട്ടിമണി. ഞാൻ നേരെ അങ്ങോട്ടാ പോകുന്നത്. ചെറിയൊരു ചാൻസ് കിട്ടിയാലും മതി, ഞാനത് ചെയ്തിരിക്കും.
എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ശരി. അപ്പച്ചമ്മേ, ഞാൻ ഇറങ്ങുക. സിജനി ഭക്ഷണം ഒന്ന് കൊടുക്കണം. പിന്നെ അവിടെ എന്തായി ഏതായി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. കുട്ടാപ്പു എവിടെ? ശിവാനിയുടെ കയ്യിലാണോ? അവൻ നല്ല ഉറക്കത്തില അപ്പച്ചമ്മേ. പിന്നെ ഉണരുമ്പോ ഇത്തിരി ചോറ് കൊടുക്കണേ അപ്പച്ചമ്മേ. അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ വേഗം ചെല്ല്. വയ്യാത്ത ശരീരവും കൊണ്ട് ഒരിടത്ത് ഇരിക്കാൻ മേലെ പിച്ചളെ. ആശുപത്രിയിൽ സിജൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോണോന്നുണ്ടോ? കുട്ടിമണി പെങ്ങൾ അങ്ങനെ അവിടെ കിടക്കുമ്പം എനിക്കിവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അപ്പച്ചമ്മ? എന്നാലും പിച്ചളെ, അപ്പച്ചമ്മ പറഞ്ഞതുപോലെ അറിയാൻ സീതെടുത്തി ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാക്ക് ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് മറന്നു. അവിടെ മനസ്സ് ജമ്പായി നല്ല ടെൻഷനില്ല. ബാലേട്ടനൊപ്പം നിൽക്കുന്നതും ആശ്വസിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ബായെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല അപ്പച്ചമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോണത്. എന്തിനാ 100 കൂട്ടുകാര്? പിച്ചളയെ പോലെ ഒരാള് മതി. സിജന്റെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും പിച്ചള ഓടിയെത്തുന്നുണ്ടല്ലോ. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇറങ്ങിക്കോട്ടെ അപ്പച്ചമ്മ. സീതെടുത്തി ആശുപത്രിയിലേക്കാണോ? അതെ പിച്ചളെ, സിജനുള്ള ഭക്ഷണം കൊടുക്കണമല്ലോ. കൊടുത്ത മാത്രം പോരെ സീതെടുത്തി, ഒരിടത്ത് ഇരുത്തി മനസ്സിജമ്പായെ ഇത് മുഴുവൻ കഴിപ്പിച്ചിട്ടേ സീതെടുത്തി മടങ്ങാവൂ. ഒരു ചായയോ വെള്ളോ കുടിപ്പിക്കാൻ വേണ്ടി തന്നെ ബായെ ഞാൻ പിടിച്ചു വലിച്ചിട്ടാ കൊണ്ടുപോകണം. ഇങ്ങനെ പോയാ കുട്ടിമണി പെങ്ങള് സുഖപ്പെട്ട് വരുമ്പോഴേക്കും ബായ്ക്ക് വല്ല അസുഖവും പിടിപെടാനാവും സാധ്യത. ശരി. സീതെടുത്തി, സീതെടുത്തി, ഞാനും വരുന്നു. അത് നന്നായി, സീതയ്ക്കൊരു കൂട്ടുമാവുമല്ലോ. ശിവാനി എങ്ങടാ? ആശുപത്രിയിലേക്ക്. പിന്നല്ലാതെ എങ്ങോട്ടാ? മനസ്സ് ജമ്പായിക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ? അതിന് സീതയെടുത്ത് പോയാ മതി. ശിവാനി പോണമെന്നില്ല. അതെന്താ പോയാല്? അവിടെ ചെന്നിട്ട് എന്ത് കാണാനാ? ഒരാളെ പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ കുട്ടിമണിയെ കാണാൻ ഒരാളെയും അവരെ അനുവദിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ശിവാനിയെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവേണ്ടത് ഇവിടെയാ. ഇതും ഒരു സഹായം തന്നെ അല്ലേ സീതെടുത്തി? ശിവാനി പറയണ കേക്ക്. സീതയെടുത്ത് കൂടി ഇവിടുന്ന് പോയാ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? കുഞ്ഞുമണിയും കുട്ടാപ്പൂനെയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എന്തു പറഞ്ഞാലും എനിക്കും ആശുപത്രിയിലേക്ക് പോണം. ശിവാനി, എന്റെ അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം. ഒരു വയ്യായികക്കാരനാ ഞാൻ. ഒരു വയ്യായികയില്ല. എനിക്കിപ്പോ പിച്ചളേണ്ണനെക്കാളും വലുത് കുട്ടിമണിയാ. ഇവിടെ നിന്നാലും എന്റെ മനസ്സ് അവിടെയാ. അപ്പൊ പിന്നെ അപ്പച്ചിമ്മ തന്നെ പറ, മനസ്സുള്ളിടത്ത് നിൽക്കുന്നതല്ലേ നല്ലത്? പിച്ചളെ, എന്തായാലും ഒരുങ്ങി ഇറങ്ങിപ്പോയില്ലേ? ശിവാനി സീതയോടൊപ്പം പോയിട്ട് വരട്ടെ. അപ്പച്ചമ്മ, നാളെ നിങ്ങളൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിവാശിയും നിർബന്ധം ഒന്നും കാണിച്ചു കളയരുത്. ഇല്ല അപ്പച്ചിമ്മ, വാ സീതെടുത്തി. പിച്ചളെ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് വഴക്ക് തുടങ്ങിയോ? അപ്പച്ചമ്മ, ശിവാനിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ എന്തോ ഒരു പന്തികേടില്ലേ? അത് പിച്ചളയ്ക്ക് തോന്നുന്നതാ. തോന്നലല്ല, ശിവാനിയിൽ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് ഞാൻ. അന്ന് എന്റെ മനസ്സ് ജമ്പായുടെ മുന്നിലേക്ക് വന്നിറങ്ങിയ ശിവാനി അല്ല ഇപ്പൊ ഈ ഇറങ്ങിപ്പോയത്. ശിവാനി ഇപ്പൊ ഒരു കല്യാണ പെണ്ണല്ലേ പിച്ചളെ? അപ്പൊ അതിൻ്റെതായ പക്വതകളൊക്കെ കാണിക്കുമ്പോ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരും. പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ഒരു വിശ്വാസമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ കെട്ടുറപ്പ്. അതിനൊരു കാലത്തും കോട്ടം തട്ടാതെ നോക്കിക്കൊള്ളണം, കേട്ടല്ലോ? പേടിക്കാൻ മാത്രമുള്ളൊരു മാറ്റം ശിവാനിയിൽ ഉണ്ടെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. മനസ്സിജൻ,
ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാ കുട്ടിമണിയിൽ കണ്ടുവരുന്നത്. ഞങ്ങൾ മാത്രം വിചാരിച്ച ഒന്നും ചെയ്യാനാവില്ല. ബാഹ്യമായ ഒത്തിരി ഘടകങ്ങൾ അനുകൂലമായി വന്നാലേ ഈ ചികിത്സ അതിന്റെ ഫലപ്രാപ്തിയിലെത്തൂ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്ന് ഭവിക്കുന്നുണ്ട്. അന്നൊരു ദിവസം ശിവാനി ചികിത്സാമുറിയുടെ വാതിൽ തുറക്കാൻ നോക്കി എന്നതൊഴിച്ച വേറെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് നിങ്ങളുടെ ഭാഗ്യം. 21 ദിവസത്തിന് മുമ്പ് തന്നെ ചിലപ്പോ ഫലം കണ്ടേക്കാം. എന്നാലും 21ാമത്തെ ദിവസമേ കുട്ടിമണിയെ പുറത്തിറക്കാനാവും. അത് ഇതിന്റെ ചിട്ടയാ. പറഞ്ഞതിൽ നേരത്തെ ഫലം കിട്ടുകയാണെങ്കിൽ കുട്ടുവിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അത് പറ്റില്ല. കുട്ടിമണിയെ കാണാൻ 21 ദിവസത്തെ ചികിത്സ പൂർത്തിയാവുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ഡോക്ടർ, കുഞ്ഞുമണിയുടെ കാര്യത്തിൽ അത് ഞാനിപ്പോ എന്താ പറയാ? മാനസികമായും ശാരീരികമായും പല രീതിയിൽ അസ്വസ്ഥതയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ പരിചരിക്കുന്ന അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എനിക്കെന്നും ആദരവാ തോന്നിയിട്ടുള്ളത്. ഈ ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്രയിൽ മുന്നിലേക്ക് മാത്രം നോക്കിയാൽ പോരാ, ചുറ്റുപാടും നോക്കണം. അപ്പോഴേ ആരും അറിയാത്ത യഥാർത്ഥ ജീവിതങ്ങളെ കാണാനും അറിയാനും പറ്റും. വൈകല്യങ്ങൾ ഒരിക്കലും ശാപമല്ല. അങ്ങനെ കാണാനും പാടില്ല. ഇല്ല ഡോക്ടർ, ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. കുട്ടികളി മാറാത്ത കുട്ടുവിനെ കല്യാണം കഴിക്കുമ്പോൾ സത്യത്തിൽ ആദ്യമൊന്നും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പതിയെ പതിയെ അടുത്തു വന്നപ്പോൾ ഇത്രയ്ക്ക് നിഷ്കളങ്കത വേറെ ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. കുട്ടുവിനെ പോലുള്ളവരുടെ ഉള്ളിൽ നിഷ്കളങ്കത മാത്രമേ ഉള്ളൂ. മനസ്സിനും ശരീരത്തിനും കേടുപാടൊന്നും കൂടാതെ ദൈവം സൃഷ്ടിച്ചു വിട്ടവരുടെ ഉള്ളിലാ സകല കറകളും കാവടിയുള്ളത്. അതെ, അതാ ശരി. ചികിത്സ തുടങ്ങുന്നതിനു മുമ്പ് ചികിത്സിക്കേണ്ടവരെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെക്കുറിച്ചും ഞങ്ങൾ പഠിക്കും. അങ്ങനെ മനസ്സിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിമണിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയും അസുഖത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുകയും ഇപ്പോ കുട്ടിമണിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നിൽക്കുകയും ചെയ്യുന്ന മനസ്സിനോട് എന്തെന്നില്ലാത്ത ബഹുമാനമാണ് എനിക്ക്. 1000ങ്ങളിൽ ഒരാളെ ഉണ്ടാവും ഇങ്ങനെ. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളാൽ ആവുന്നത് ചെയ്യുന്നു. അമ്പലങ്ങളിൽ പോയി ഉരുളുന്നതിനേക്കാളും വഴിപാട് നടത്തുന്നതിനേക്കാളും പുണ്യവും ആത്മസുഖവും ഇതിന് കിട്ടും. നല്ല നല്ല പ്രവൃത്തികളാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. സിജ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? കൃഷ്ണ ഡോക്ടർ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. കുട്ടിമണിക്ക് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ 21 ദിവസത്തിന് മുമ്പ് എല്ലാം ഭേദമാവെന്നും പറഞ്ഞു. ആണോ? അപ്പോ കുട്ടിമണിയും കൊണ്ട് നേരത്തെ പോവാൻ പറ്റുമല്ലോ അല്ലേ? അത് പറ്റില്ല സീതാർത്തി. 21 ദിവസം പൂർത്തിയായാലേ കുട്ടിമണിയെ പുറത്തു കൊണ്ടുവരൂ. കുട്ടിമണിയെ കാണാൻ പറ്റുമോ സിജന? അതുമാത്രം പറ്റില്ല. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. കുട്ടിമണി പുതിയൊരു കുട്ടിമണിയായി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. കൃഷ്ണ ഡോക്ടറും ലെസ്ലി ഡോക്ടറും നല്ല സന്തോഷത്തിലാ. സിജന കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. വാ. ഹലോ, മതികളെ, ഞാനിവിടെ എത്തി. ശരി, ഇനി താമസിക്കണ്ട, തുടങ്ങിക്കോ. എന്തു വന്നാലും ഞാനുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പേടിക്കണ്ട, ഞാനുണ്ടെന്ന്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരുന്നേ. സിജണനും സീതയെടുത്തിയുണ്ട്. അവര് ഭക്ഷണം കഴിക്കാൻ അപ്പുറത്തേക്ക് പോയിരിക്കേ. ചതിയന്മാരുമായിട്ടുള്ള കൂട്ട് ഇനി വേണ്ട. ശരി, ആലോചിച്ച സമയം കളയണ്ട. ഓൾ ദി ബെസ്റ്റ് ശിവാനി.
എന്താ മോളെ ഇരിക്കപ്പുറതി ഇല്ലാതെ ഇങ്ങനെ? ഇരിപ്പൊറക്കില്ലമ്മേ. ശിവാനി അവിടെ എത്തി. എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. കുട്ടിമണിയുടെ മുറിയുടെ വാതിൽ തുറക്കാനായിട്ട് ഒരു തക്കം നോക്കി ഇരിക്കുവാണെന്ന്. ആഹാ, ശിവാനി കൊള്ളാലോ. എല്ലാം നല്ല സ്പീഡിലാണല്ലോ നടക്കുന്നത്. അതെ അമ്മേ. അവിടെ നിന്നുള്ള വിവരത്തിനായി മുൾമുനയിൽ എന്ന പോലെ കാത്തിരിക്കുവാ ഞാൻ. സൂര്യപ്രകാശം പോലും കടക്കാത്ത ഇരുട്ടുമുറിയിൽ കിടത്തിയാണത്രേ കുട്ടിമണിയെ ചികിത്സിക്കുന്നത്. ആ മുറിയാണ് ശിവാനി തുറക്കാൻ പോകുന്നത്. വെളിച്ചം കടന്ന പുറത്തു നിന്നുള്ള വായു അകത്തെത്തിയ അത് നെഗറ്റീവായിട്ട് കുട്ടിമണിയെ ബാധിക്കും. ആ സന്തോഷ വാർത്ത ചൂടോടെ കേൾക്കാനാ ദേ ഈ ഫോണുമായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്. ബായ്. ആ പിച്ചളെ, അവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പുറതില്ല. അതങ്ങോട്ട് വന്നത്. എന്തു പറ്റി? കുട്ടുവിനെ കുറിച്ച് ഓർത്തുള്ള വേവലാതിയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടുവിന് നല്ല മാറ്റമുണ്ടെന്ന് കൃഷ്ണ ഡോക്ടർ പറഞ്ഞു. അതല്ല ബായ്. പിന്നെ കുഞ്ഞുമണിയാണോ? അതെന്തായാലും ഏറ്റുവാങ്ങിയില്ലേ പറ്റൂ. അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. കുട്ടിമണി പെങ്ങൾക്ക് സുഖാവുന്നും കുഞ്ഞുമണിയെ സുഖപ്പെടുത്താവുന്നും എനിക്ക് അറിയാവുന്ന കാര്യല്ലേ. എന്നെപ്പ അലട്ടുന്ന അതൊന്നുമല്ല. പിന്നെ ശിവാനി. ശിവാനിയുടെ കാര്യം പറയുമ്പം ബായിക്ക് അത്ര സൂയിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അറിഞ്ഞേ പറ്റൂ. ശിവാനിയുടെ മാറ്റം എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട് ബായി. ഇങ്ങനെ പേടിക്കാൻ മാത്രം എന്ത് മാറ്റമാ ശിവാനിക്കുള്ളത്? ഉണ്ട് സിജ. പേടിക്കാൻ മാത്രമുള്ളൊരു മാറ്റം ശിവാനിയിൽ ഉണ്ടെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. ശിവാനിയെ പരിചയപ്പെട്ടിട്ട് നാള് കുറെ ആയില്ലേ. അതുകൊണ്ട് ശിവാനിയുടെ സംസാരം, നോട്ടം, പോക്കുവരവുകൾ എല്ലാത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ ഒന്നും പിടികിട്ടില്ല. പിച്ചള പറയുന്നതിൽ കാര്യമുണ്ട് സിജ. ശിവാനി വല്ലാതെ മാറിയിട്ടുണ്ട്. സീതർത്തി, എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ആകെ ഒരു പാകപ്പിഴ ഉണ്ടായത് അന്നൊരു ദിവസം കുട്ടിമണിയുടെ ചികിത്സാ മുറി ഒന്ന് തുറക്കാൻ നോക്കിയെന്നുള്ളതാ. അല്ലാതെ അന്ന് ആ മുറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നത്.